സർ ഓർഡർ പ്ലീസ് സർ. കഥ കഴിക്കാൻ എന്തെങ്കിലും? ഞങ്ങൾക്ക് 2 ഫലൂഡ. ഓക്കെ ഓക്കെ. റെസ്റ്റോറന്റ് ഇഷ്ടമായോ? മനസ്സമാധാനം ഉണ്ടെങ്കിൽ എല്ലാം നല്ലതാ. ഇന്നത്തെ ദിവസം എനിക്ക് എല്ലാം നല്ലതായിരിക്കും. അവിടെ ഒരു തിരുത്തുണ്ട്. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആക്കണം. അതിന് ഞാനും കൂടെ വിചാരിക്കണ്ടേ. അത് ഇവിടുന്ന് മര്യാദക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ നോക്കാം. ഓക്കെ സർ. അയ്യോ മാഡം, എന്റെ ഭാഗത്തൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ എന്റെ ഭാഗത്താണോ കുഴപ്പമുണ്ടായത്? നോക്ക് മാഡം, എന്റെ ഡ്രസ് മുഴുവനും നാശാക്കി. മാഡം ഞാൻ കഥ പ്ലീസ് കൂൾ ഡൗൺ. നിങ്ങൾ പൊയ്ക്കോ. ഓക്കെ സർ. വൃത്തികേടായല്ലോ. എടോ, ഇതല്ലേ സൈമൺ പറഞ്ഞത്, ചെറിയ ചെറിയ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ വലുതാക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ടെൻഷനൊക്കെ ഉണ്ടാവും, ഇതൊക്കെ കഴിയെ പോകുന്നല്ലേ ഉള്ളൂ. താൻ വന്നേ. വേണ്ട, നവീൻ ഇവിടെ ഇരുന്നോ. വേണ്ടെന്നേ, താൻ വന്നേ. സാറേ, ഇവര് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വരാൻ കേട്ടോ. പ്ലീസ് ബ്രോ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇയാൾക്ക് കുറച്ച് ഡിപ്രഷൻ ഉള്ളതാ, അതുകൊണ്ട് പറ്റിപ്പോയതാ. ഞാൻ നിങ്ങളോട് മാപ്പി ചോദിക്കുന്നു. നവീൻ, നവീൻ എന്തിനാ എന്റെ ഡിപ്രഷന്റെ കാര്യമൊക്കെ ഇവനോട് പറയാൻ നിൽക്കുന്നേ? ആരാ ഇവൻ? സാറേ, ഞങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞു. സാറിന്റെ ഭാര്യയ്ക്ക് തലയ്ക്ക് വട്ടുണ്ടെങ്കിലേ അത് ഞങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല. സാർ ഇവരെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ആർക്കടാ ഭ്രാന്ത്? ആർക്കാ ഭ്രാന്ത് എന്നാ ചോദിച്ചേ? സാറേ, നിങ്ങൾ ഇവരെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? അല്ലെ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. മെന്റലി ഡിസോർഡർ ആയ ആൾക്കാരെ ഇങ്ങനെ പുറത്തൊന്നും കൊണ്ട് നടക്കരുത്. നീ ആരാടാ എന്റെ മാനസിക നില പരിശോധിക്കാൻ? നിന്നെ ഞാനുണ്ടല്ലോ. നവീൻ എന്നെ അടിച്ചല്ലേ? ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് എന്നെ തല്ലി അല്ലേ? നോ, ഇനി നവീൻ എന്നോടൊരു അക്ഷരം മിണ്ടരുത്. മോളെ, മോളെ, കൃഷ്ണ അവിടെ നിൽക്ക്. മോളെ, മോളെ, സൂക്ഷിക്കണേ. കൃഷ്ണ, വേണ്ട മോളെ, മോളെ വേണ്ട. അമ്മ എന്റെ കൂടെ വന്നേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. മോളെ വേണ്ട, നീ എന്തേ കാണിക്കുന്നേ? നമുക്ക് അകത്തേക്ക് പോവാം. അമ്മ ഒന്നും മിണ്ടാതെ വന്നേ. എനിക്ക് പേടിയാവുന്നു. ഞാൻ പറയുന്നൊന്ന് കേക്ക്.
ഈശ്വരാ. മോളെ. പോടാ. നിന്നെ ഞാൻ എടുത്തതറിയും കൈ കിട്ടൂടി നിന്നെ. നീ ഇവിടെ മനസ്സമാധാനായിട്ട് കഴിയൂല. സെൽവനാടി പറയുന്നേ. ഏയ്. പോടാ. സൂക്ഷിച്ചോടി. കൃഷ്ണേ, നീ ഇങ്ങോട്ട് വന്നേ. അമ്മേ, വരാൻ ഇങ്ങോട്ട്. ഈ വരാനോ പറഞ്ഞിരുന്നെ? നടക്കങ്ങോട്ട്. ഇങ്ങോട്ട് വന്നേ. അമ്മേ, കേറി വാ അങ്ങോട്ട്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ അയാളെ അടിക്കാൻ പോയേ? രണ്ട് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ജനലിലൂടെ ഒരാളെ വന്ന് എത്തി നോക്കുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണായിരുന്നു? വിളിച്ചെടുത്ത് ചായ കൊടുക്കണോ? വേണ്ട ഈശ്വര, എനിക്ക് പേടിയായിട്ട് വയ്യ. പാതിരാത്രി എങ്ങനെ ഇനി കയറി വരുമോ? ആ, അടുത്തൊരു വരവ് വന്നാലേ ഞാൻ അനിയൻ സാറിനൊന്ന് വിളിക്കും. അതോടുകൂടി സെൽവന്റെ പരിപാടി അങ്ങ് തീരും. കേട്ടല്ലോ? എവിടെ ചെന്നാലും പ്രശ്നമോ? ആ,